ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മ ശാലിനിയെ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിക്കുന്നു. എല്ലാം കേട്ടതിനു ശേഷം ശാലിനിയാകെ ടെൻഷനോടെ ശാരദാമ്മയോട് ചോദിച്ചു, എന്താമേ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അത് കേട്ട ശാരദാമ്മ പറഞ്ഞു, അതെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രോഹിത് ആകെ കലിയിളകി നിൽക്കുകയാണ്. സത്യയുടെ പേരൻസിനെ കാണണമെന്ന് പറഞ്ഞ് ഒറ്റ വാശിയിലാണ്. ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിലേക്ക് രോഹിത് വരും എന്ന് ശാരദാമ്മ പറഞ്ഞതും ശാലിനി ചോദിച്ചു, നമ്മുടെ വീട്ടിലേക്കോ? അമ്മ എന്താ ഈ പറയുന്നത്? ഇങ്ങോട്ടേക്കോ? ഇവിടേക്ക് വന്നാൽ എല്ലാവരും അറിയില്ലേ അമ്മേ? അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് ശാലിനി ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു, എനിക്കറിയില്ല മോളെ, എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് വന്ന് എത്തിച്ചേരുമെന്ന്. ഇപ്പോ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ തരണം ചെയ്യുമെന്ന് നീ ആലോചിക്കാം. എന്തായാലും രോഹിത് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കാത്ത് സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ എല്ലാം അതെല്ലാം എല്ലാവരും തിരിച്ചറിയും. അതുകൊണ്ട് ഇനി ഒരു പോംവഴി മാത്രമേ ഉള്ളൂ, എങ്ങനെയും അവിടേക്കുള്ള അവരുടെ വരവ് തടയുക. ഉടനെ ശാലിനി ചോദിച്ചു, അതെങ്ങനെ ശരിയാവും അമ്മേ? ഞാൻ സത്യയുടെ അമ്മ ജില്ലാ കളക്ടർ ആണെന്നുള്ള കാര്യം ആ സ്കൂളിലുകാര് അവരെ അറിയിച്ചിട്ടുണ്ടോ? അത് കേട്ട ശാരദാമ്മ പറഞ്ഞു, അത് ഇല്ലെന്നാ എനിക്ക് തോന്നുന്നത്. നീ പ്രത്യേകിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പ്രിൻസിപ്പാളിനോട് നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നും പറയരുതെന്ന്. അതുകൊണ്ട് അവരത് മനഃപൂർവ്വം മറച്ചു വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശാരദാമ്മ അറിയിച്ചു. അതെന്തായാലും നന്നായി എന്ന് ശാരദാമ്മ പറയുമ്പോ ശാലിനി ചോദിച്ചു, അപ്പൊ പിന്നെ നമ്മുടെ അഡ്രസ്സ് കാണുമ്പോ വിഷ്ണുവിന് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചതും ശാലിനിയുടെ ചോദ്യം കേട്ട ശാരദാമ്മ പറഞ്ഞു, എടി മോളെ, അതിപ്പോ PT നഗറിൽ നമ്മുടെ വീട് മാത്രമല്ലല്ലോ, എത്രയോ വീടുകളുണ്ട്. അതുകൊണ്ട് അതിലേതെങ്കിലും ഏതോ ഒരു സത്യയുടെ വീട് എന്ന് മാത്രമേ അവർ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്തായാലും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ മോളെ എല്ലാം തകരും, അത് തീർച്ചയാണ്. സത്യത്തിൽ നീയും വിഷ്ണുവും ഒന്നിക്കണം എന്നുള്ളത് എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ് മോളെ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷകരമായി ജീവിക്കണം എന്നുള്ളത്. പക്ഷേ മോളെ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ പരസ്പരം കാണുകയും ഈ സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിലാവെളിച്ചത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ, തലയിൽ നിലാവെളിച്ചമായി അങ്ങനെ നിൽക്കുമ്പോൾ, ഈ സാഹചര്യം എന്തുകൊണ്ടും നിങ്ങൾ പരസ്പരം കണ്ടുമുട്ടാൻ പറ്റിയ അനുയോജ്യമായിട്ടുള്ള ഒരു സാഹചര്യം അല്ല മോളെ. ഈ അവസ്ഥയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയെങ്കിലും നീ നേരിട്ടേ തീരൂ. ഏതെങ്കിലും രീതിയിൽ അവിടേക്കുള്ള അവരുടെ വരവ് തടഞ്ഞേ തീരും. അതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടുപിടിക്കും മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ഫോൺ വെച്ചതും ശാലിനി പറഞ്ഞു, ശരി അമ്മ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ശാരദാമ്മ ആലോചിച്ചു, ദൈവമേ, ഞാൻ പറഞ്ഞത് അവൾ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ? എന്തെങ്കിലും ഒരു വഴി ഉടനെ കണ്ടെത്തി കൊടുക്കണേ എന്ന് അങ്ങനെ പ്രാർത്ഥനയോടെ ശാരദാമ്മ നിൽക്കുമ്പോൾ ശാലിനിയോട് ദേവൻ ചോദിച്ചു, എന്താ ശാലിനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ചോദ്യം കേട്ട ശാലിനി കുറച്ചു നേരത്തേക്ക് ആലോചനയിൽ മുഴുകി. അപ്പോഴാണ് കുട്ടികൾ രണ്ടുപേരും ബസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ട് ആ വികലാംഗൻ അവരെ ഇരുവരെയും തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരുന്നു. കുട്ടികളുടെ ഇരുവരുടെയും പെരുമാറ്റം കണ്ടതോടെ ചില സംശയങ്ങൾ അയാൾക്ക് തോന്നിയതിനാൽ അയാൾ കുട്ടികളെ തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിലെത്തിയ ശ്യാമ സ്കൂൾ അധികൃതരോട് ദേഷ്യത്തോടെ സംസാരിച്ചു. കുട്ടികൾ രണ്ടുപേരും മിസ്സിംഗ് ആയത് ഈ സ്കൂൾ കോമ്പൗണ്ടിന് ശേഷം കയറിയിട്ടല്ലേ, ഈ സ്കൂൾ ഗേറ്റിനുള്ളിൽ കടന്നിട്ടല്ലേ അവരെ കാണാതായത്. ഞങ്ങൾ പേരൻസ് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിടുന്നത് നിങ്ങൾ ഉത്തരവാദിത്തമുള്ളവർ ഇവിടെ ഉണ്ട് എന്നത് കൊണ്ടല്ലേ. സ്കൂളിൽ ടീച്ചർമാരും സെക്യൂരിറ്റിയും പ്രിൻസിപ്പളും എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് കുട്ടികളെ രണ്ടുപേരെയും ഈ ഗേറ്റിനുള്ളിൽ നിന്ന് തന്നെ കാണാതായിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ കഴിയും എന്ന് ചോദിച്ചപ്പോ പേരൻസിന്റെ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിട്ടല്ലേ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് വിടാറുള്ളത് എന്ന് ചോദിച്ച് ശ്യാമ ബഹളം വെക്കുമ്പോ ഉടനെ ടീച്ചർ പറഞ്ഞു, അത് പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾക്ക് ആ കുട്ടികളെ നോക്കുന്നതിൽ ഒരു പരിമിതി ഇല്ലേ മാഡം എന്നുള്ള പ്രിൻസിപ്പളിന്റെ ചോദ്യം കേട്ട് ശ്യാമ ദേഷ്യത്തോടെ എന്ത് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോ വിഷ്ണു പറഞ്ഞു, ശ്യാമേ, നീ ഒന്ന് സമാധാനിക്ക് എന്ന് പറഞ്ഞപ്പോ ശ്യാമ വിഷമത്തോടെ വിഷ്ണുവിനോട് പറഞ്ഞു, എങ്ങനെയാ വിഷ്ണുവേട്ടാ സമാധാനിക്കുന്നത്? ഈ സ്കൂൾ ഗേറ്റിനകത്ത് രോഹിത് കുട്ടികളെ കൊണ്ടുപോയി വിട്ടിരുന്നത്, എന്നിട്ടും നമ്മുടെ മോളെ കണ്ടില്ല എന്ന് പറയുമ്പോ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ ഈ സ്കൂളിലുള്ളവരുടെ അധികൃതരുടെ ഉത്തരവാദിത്വമില്ലായ്മയല്ലേ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്. ഇവരുടെ ഉത്തരവാദിത്തക്കുറവ് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ പ്രിൻസിപ്പൾ പറഞ്ഞു, മേഡം, കുട്ടികൾ ഇവിടെ നിന്ന് ഒരിക്കലും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവിടെ സ്കൂൾ കോമ്പൗണ്ടിൽ കടന്നതിന് ശേഷം കുട്ടികൾ രണ്ടുപേരും ഒരുപോലെ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവർ മനഃപൂർവ്വം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാനാണ് തയ്യാറായതെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ അവരെ തടഞ്ഞു നിർത്താൻ കഴിയും മേഡം? അതുകൊണ്ട് അവർ തന്നെ സ്വമേധയെ ഇവിടെ നിന്ന് പോയതായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് ടീച്ചർ അറിയിച്ചു. അത് കേട്ടതോടെ ശ്യാമയും വിഷ്ണുവും രോഹിത്തുമെല്ലാം അങ്ങനെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോൾ
കുട്ടികൾ രണ്ടുപേരും മീൻപാറയിലേക്കുള്ള ബസ്സിൽ കയറി അവിടേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ആ വികലാംഗൻ കൃത്യമായി തന്നെ അവരെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സ്കൂളിലെത്തിയ ശേഷമുള്ള പത്മിനിയുടെയും സത്യഭാമയുടെയും പെരുമാറ്റത്തെക്കുറിച്ച് അവർ പറഞ്ഞു. ടീച്ചർ എല്ലാവരോടും അറിയിച്ചത് സത്യഭാമ എന്ന് പറയുന്ന പെൺകുട്ടി ഈ സ്കൂളിൽ വന്നതിന് ശേഷം ക്ലാസ് റൂമിൽ കയറുന്നതിന് മുൻപ് അവിടെ പുറത്ത് സ്കൂൾ ഗേറ്റിനരികിൽ കാത്തു നിൽക്കുകയായിരുന്നു. പത്മിനിയുടെ വരവും പ്രതീക്ഷിച്ച് അവിടെ ബസ്സിനരികിൽ അവരങ്ങനെ നിൽക്കുന്നത് ഈ സെക്യൂരിറ്റി കണ്ടതായിരുന്നു. പത്മിനി വരട്ടെ, പത്മിനിയെ കാണാനായി നിൽക്കുകയാണെന്നായിരുന്നു സത്യഭാമ പറഞ്ഞത്. സത്യത്തിൽ ആ കുട്ടി എപ്പോഴും കയ്യിൽ ഒരു മൊബൈൽ ഫോണും കൊണ്ടു നടക്കുന്ന കുട്ടിയാണ് താനും. അത് മാത്രമല്ല, ഒരു മെന്റൽ പവർ കൂടുതലുള്ള ഒരു കുട്ടിയാണ്. അങ്ങനെയുള്ള ഒരാള് ഇവിടെ വന്നതിന് ശേഷം അവർ രണ്ടുപേരും വളരെയേറെ അടുപ്പത്തിലുമായിരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സായി നടന്നിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും മെന്റൽ പവർ കൂടുതലുള്ള കുട്ടിയായിരിക്കും മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ കുട്ടി പറഞ്ഞ അനുസരിച്ചാണ് പത്മിനി കാര്യങ്ങളെല്ലാം ചെയ്തത് തന്നെ. പത്മിനി ആ കുട്ടി പറഞ്ഞതനുസരിച്ച് അതുപോലെ ഓരോന്നും ചെയ്തു. അല്ലാതെ പത്മിനി സ്വയം അങ്ങനെ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുട്ടി പറഞ്ഞതനുസരിച്ച് പത്മിനി എല്ലാം ചെയ്യുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് പെട്ടെന്ന് സംശയം തോന്നി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പപ്പി തന്നോട് സത്യ ഒന്ന് വിളിക്കണമെന്നും സത്യയുടെ ഫോണിലേക്ക് ഒന്ന് വിളിക്കണമെന്നും സത്യ ഇന്ന് സ്കൂളിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇന്നലെ സത്യമ്മ വല്ലാതെ ദേഷ്യപ്പെട്ടു സത്യയോട്. അതുകൊണ്ട് തന്നെ അവള് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കണമേ, എനിക്കൊന്ന് ഫോൺ തരുമോ എന്ന് പപ്പി ചോദിച്ചതും അതിനെന്താ എന്ന് പറഞ്ഞ് ശ്യാമ തന്റെ ഫോൺ കൊടുക്കുകയും പപ്പി സത്യയെ വിളിച്ച് സ്കൂളിൽ വരുമോ എന്ന് അന്വേഷിച്ചു. ഇന്ന് വരുമെന്ന് സത്യ പറഞ്ഞത് കേട്ട് സന്തോഷത്തോടെ പപ്പി ശ്യാമയോട് സത്യ ഇന്ന് വരുമെന്ന് പറഞ്ഞതും എന്നാ മോൾ ഇവിടെ ഇരിക്കെ, അമ്മ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അകത്തേക്ക് പോയ തക്കത്തിനാണ് അവർ തമ്മിലൊരു ഡിസ്കഷൻ നടന്നതെന്ന് ശ്യാമ ഓർമ്മിച്ചെടുക്കും. ഇതെല്ലാം ഓർത്ത് അങ്ങനെ ശ്യാമ നിൽക്കുമ്പോൾ ആ ടീച്ചർ പറഞ്ഞു, ഇവിടെ പപ്പിയും ആ പത്മിനിയും സത്യയുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്. ഇവിടെ പല കാര്യങ്ങളും സത്യഭാമ പറയുന്നത് പോലെ തന്നെയാണ് പത്മിനി ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പത്മിനിയോട് ഓരോ കാര്യങ്ങളും സത്യഭാമ തന്നെയാണ് പറഞ്ഞു ചെയ്യിച്ചിരുന്നത്. അവർ രണ്ടുപേരുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പേരൻസ് ആയി നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത്രത്തോളം അടുപ്പമായിരുന്നു രണ്ടുപേരും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ സത്യഭാമ തന്നെയാണ് പത്മിനിയെ കൂടെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് ഞങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയുന്നത് എന്ന് ടീച്ചർ അറിയിച്ചതും പ്രിൻസിപ്പള് ഉടനെ തന്നെ ടീച്ചറോട് പറഞ്ഞു, അല്ല ഒരു കുട്ടിയെ തന്നെ അങ്ങനെ കൃത്യമായി ഒരാളെ തന്നെ ഊന്നി പറയേണ്ട കാര്യമില്ല ടീച്ചർ എന്ന് പറഞ്ഞപ്പോ വേഗം തന്നെ രോഹിത് ദേഷ്യത്തോടെ വാ നമുക്ക് പോകാം ശ്യാമേ എന്ന് വിളിച്ച് അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. ശ്യാമ എപ്പോഴേക്കും രോഹിത് എന്ന് വിളിച്ചതും ശ്യാമ എന്നോട് വരാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് രോഹിത് കലിയിളകി അവിടെ നിന്ന് നടന്നു. രോഹിത്തും ശ്യാമയും പോയ പിന്നാലെ അവിടുന്ന് വിഷ്ണുവും പോകുമ്പോ ഉടനെ തന്നെ പ്രിൻസിപ്പാൾ ടീച്ചറോട് ചോദിച്ചു, എന്തിനാണോ ടീച്ചറെ കൃത്യമായി സത്യഭാമയെ കുറിച്ച് പറഞ്ഞത്? ആ കുട്ടിയെ അങ്ങനെ കുറ്റപ്പെടുത്തി പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ, ആ സത്യഭാമയും നമ്മുടെ സ്റ്റുഡന്റ് അല്ലേ എന്ന് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞു, അത് പിന്നെ നമ്മൾ എന്തിനാ ടീച്ചറെ സത്യങ്ങൾ മറച്ചു വെക്കുന്നത്? അത് കേട്ടതും പ്രിൻസിപ്പാൾ പറഞ്ഞു, അതെ ആ സത്യഭാമ എന്ന് പറയുന്ന കുട്ടി ജില്ലാ കളക്ടറുടെ മകളാണ്, അക്കാര്യം മറക്കണ്ട എന്ന് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു, അത് തന്നെയാണ് ടീച്ചർ ഞാൻ ഉദ്ദേശിച്ചത്. സത്യത്തിൽ ജില്ലാ കളക്ടറും സത്യഭാമയും തമ്മിൽ കൊമ്പ് കോർക്കട്ടെ ടീച്ചർ, നമ്മൾ അതിന്റെ ഇടയിൽ കിടന്ന് ഞെരിയേണ്ട കാര്യമില്ലല്ലോ ടീച്ചറെ എന്ന് സത്യഭാമയുടെയും ജില്ലാ കളക്ടറും തമ്മിൽ ഒരുമിച്ചൊരു ഏറ്റുമുട്ടൽ നടക്കട്ടെ എന്നും സ്കൂളുകാർ എന്തിനാ അവിടെ അതിനിടയിൽ കിടന്ന് വെറുതെ നമ്മൾ വേദനിക്കുന്നത് എന്ന ടീച്ചറുടെ സംസാരം കേട്ട് പ്രിൻസിപ്പാളും ആകെ ടെൻഷനിലായി. ഈ സമയത്ത് കുട്ടികളുടെ അരികിലേക്ക് കണ്ടക്ടർ എത്തി എങ്ങോട്ടാ നിങ്ങൾക്ക് പോകേണ്ടതെന്ന് ചോദിച്ചു. ഉടനെ സത്യ പറഞ്ഞു മീൻപാറ. അത് കേട്ട ഉടനെ കണ്ടക്ടർ ചോദിച്ചു, മീൻപാറ ടോപ്പിലോ അടിവാരത്തോ എവിടെയാ എന്ന് ചോദിച്ചപ്പോ സത്യയും പപ്പിയും പരസ്പരം നോക്കി. എന്നിട്ട് എന്ത് പറയുന്നറിയാതെ ടെൻഷൻ ആയതോടെ സത്യ പറഞ്ഞു, ഞങ്ങൾക്ക് ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടിനടുത്താ പോകേണ്ടത്. അത് കേട്ടതും ആർട്ടിസ്റ്റ് അങ്കിളോ അതാരാ എന്ന് കണ്ടക്ടർ ചോദിച്ചു. കണ്ടക്ടറുടെ സംശയത്തോടുള്ള ചോദ്യം കേട്ട് കുട്ടികൾക്ക് കൃത്യമായ സ്ഥലം അറിയത്തില്ല എന്ന് ആ വികലാംഗൻ മനസ്സിലാക്കിയതോടെ വികലാംഗൻ പറഞ്ഞു, അതങ്ങ് ടോപ്പിലാ. ഉടനെ കുട്ടികൾ രണ്ടുപേരും തിരിഞ്ഞ് അയാളെ നോക്കിയതോടെ അയാൾ പറഞ്ഞു, അതാ ആ ആർട്ടിസ്റ്റ് അങ്കിളിന്റെ വീടല്ലേ, അതങ്ങ് ടോപ്പിലാണ് എന്ന് പറഞ്ഞപ്പോ കണ്ടക്ടറോട് സത്യ പറഞ്ഞു, ടോപ്പിലേക്ക് മതി, ടോപ്പ് എടുത്തോ എന്ന്. 2 ടിക്കറ്റ് ആണോ എന്ന് കണ്ടക്ടർ ചോദിച്ചതും അതെ 2 ടിക്കറ്റ് എന്ന് പറഞ്ഞതും ടിക്കറ്റ് എടുത്ത് കുട്ടികളുടെ കയ്യിലേക്ക് കണ്ടക്ടർ കൊടുത്തു. ഈ സമയത്ത് വികലാംഗൻ ഓരോന്നും അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ സത്യ തന്റെ ബാഗിൽ നിന്ന് 500 നോട്ട് എടുത്ത് കണ്ടക്ടർക്ക് നേരെ നീട്ടി. അയ്യോ ഇത് 500 ആണോ, ചില്ലറയില്ലേ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, ഇല്ല സാരയില്ല, ടോപ്പിലെത്തുമ്പോ ബാക്കി തരാം എന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോ ആ വികലാംഗം പറഞ്ഞു, അതെ അതങ്ങ് കൊടുത്തേക്ക് കണ്ടക്ടറെ, വെറുതെ കുട്ടികളെ പറ്റിക്കണ്ട എന്ന് പറഞ്ഞപ്പോ കണ്ടക്ടർ പറഞ്ഞു, അതെ അത് ഞാൻ നോക്കിക്കോളാം, താൻ തന്റെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞതും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് വികലാംഗൻ അറിയിച്ചതും ഉടനെ തന്നെ
അയാൾ കണ്ടക്ടർ ചോദിച്ചു, അല്ല തനിക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ആ, ഒരു മീൻപാറ എന്ന് പറഞ്ഞപ്പോ, ഓ, ടോപ്പോ അടിവാരോ എന്നായി കണ്ടക്ടറുടെ ചോദ്യം. കുട്ടികൾ രണ്ടുപേരും അയാളെ നോക്കുന്നത് കണ്ടോ, ടോപ്പ് തന്നെ ആയിക്കോട്ടെ എന്ന് അയാൾ പറഞ്ഞ് 20 രൂപ കണ്ടക്ടറുടെ നേരെ നീട്ടി. ശരിയെന്ന് പറഞ്ഞ് കണ്ടക്ടർ അയാൾക്ക് ടിക്കറ്റും കൊടുക്കുന്നു. ഇത് കണ്ട ഉടനെ പപ്പിക്കും സത്യക്കും ആകെ ടെൻഷനാവുകയും കുട്ടികൾ രണ്ടുപേരും പരസ്പരം നോക്കി. അപ്പോഴേക്കും രോഹിത് ശ്യാമയെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ വീണ്ടും രോഹിത്തിനെ വിളിച്ചു. രോഹിത് എന്ന് വിളിച്ചും, ശ്യാമ നീ വാ, എനിക്കറിയാം എങ്ങോട്ടാ പോകേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ രോഹിത്തും ശ്യാമയും കൂടി നടന്നു വരുമ്പോ പെട്ടെന്ന് രോഹിത്തിനെ വന്ന് ഒരാൾ ഇടിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോണും താഴേക്ക് വീഴുന്നു. ഈ സമയത്ത് രോഹിത്ത് നോക്കുമ്പോ ദേവൻ കൃത്യമായി രോഹിത്തിനെ നോക്കി സോറി ബ്രോ എന്ന് പറഞ്ഞു. പിന്നെ നേരെ നെഞ്ചത്തേക്ക് വന്ന് ഇടിച്ചിട്ട് സോറി പറഞ്ഞ എല്ലാം അങ്ങ് ആവുമല്ലോ, തന്റെ മുഖത്തെന്തോ കണ്ണിലിടോ എന്ന് ചോദിച്ചപ്പോ ദേവൻ പറഞ്ഞു ഐ എം എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞു വേഗം താൻ പോടോ എന്ന് പറഞ്ഞ് രോഹിത്ത് അവിടുന്ന് ശ്യാമയെ വിളിച്ചുകൊണ്ട് പോകുമ്പോ പിന്നാലെ വന്ന വിഷ്ണു നിലത്ത് കിടക്കുന്ന ദേവന്റെ മൊബൈൽ ഫോൺ കണ്ടു. ദേവൻ പോകാൻ തുടങ്ങുന്ന കണ്ട് വിഷ്ണു പറഞ്ഞു ബ്രോ എന്ന് വിളിച്ചതും പിന്തിരിഞ്ഞ് ദേവൻ നോക്കി. അപ്പോഴേക്കും വിഷ്ണു നിലത്ത് കിടന്ന മൊബൈൽ ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോൾ ദേവനും അത് എടുക്കാനായി ഒരുങ്ങി. പെട്ടെന്ന് വിഷ്ണു ആ മൊബൈൽ ഫോൺ എടുത്തിട്ട് ദേവന്റെ നേരെ നീട്ടി. ഉടനെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച ദേവൻ താങ്ക്സ് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ ദേവൻ ഷേക്ക് ഹാൻഡ് കൊടുത്ത് തന്റെ കൈ നീട്ടിയിട്ട് പറഞ്ഞു ഐ ആം ദേവൻ. ഉടനെ തന്നെ വിഷ്ണു കൈ കൊടുത്തിട്ട് വിഷ്ണു എന്ന് സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ദേവൻ ചോദിച്ചു, അതെ ബ്രോ 1 സെക്കൻഡ്, ഈ പ്രിൻസിപ്പാളിന്റെ റൂം എവിടെയാ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പ്രിൻസിപ്പളിന്റെ റൂം കാണിച്ചു കൊടുത്തു. അതാണ്, ഞങ്ങളിപ്പോ അവിടുന്ന് വരുന്നത് എന്ന് പറഞ്ഞു. ശരി, താങ്ക് യു എന്ന് പറഞ്ഞ് അയാൾ പോകാൻ തുടങ്ങുമ്പോ രോഹിത് പറഞ്ഞു നിക്ക്. പെട്ടെന്ന് എന്താണെന്നറിയാതെ ദേവൻ പിന്തിരിഞ്ഞ് നോക്കിയതും രോഹിത് അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, താനിപ്പോ എവിടെ എങ്ങോട്ട് പോകാനാ വന്നത് എന്ന് ചോദിച്ചപ്പോ രോഹിത്തിനോട് ദേവൻ പറഞ്ഞു, അത് പ്രിൻസിപ്പളിന്റെ റൂം. അല്ല, താനിപ്പോ എങ്ങോട്ടാ പോകുന്നെന്നാ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പം പ്രിൻസിപ്പളിനെ കാണാൻ എന്ന് വീണ്ടും രോഹിത്തിനോട് ദേവൻ മറുപടി നൽകി. അപ്പോഴേക്കും രോഹിത് ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനാ കാണുന്നതെന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ ദേവൻ പറഞ്ഞു, അതെ ബ്രോ, നമ്മൾ തമ്മിൽ ഇപ്പൊ ഈ ഒരു കണ്ടുമുട്ടൽ അറിയാതെ ഞാൻ വന്നു തന്നെ താങ്കളെ തട്ടി. അത് മാത്രമല്ലാതെ യാതൊരു മുൻപരിചയമോ നേരത്തെ നമ്മൾ തമ്മിൽ കണ്ടിട്ടോ ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ എന്നോട് വെറുതെ താങ്കൾ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ എനിക്ക് പ്രിൻസിപ്പാൾ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. പിന്നെ താങ്കൾ ഇങ്ങനെ ചോദിച്ചതെന്ന് മാത്രം അത് ഞാൻ പറയുന്നു എന്ന് ദേവൻ അറിയിച്ചതും ഉടനെ വിഷ്ണു പറഞ്ഞു, രോഹിത്തെ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ദേവൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് രോഹിത്ത് പറഞ്ഞു, നിക്കവിടെ, താനിപ്പോ പ്രിൻസിപ്പളിനെ കാണുന്നത് എന്തിനാ? സത്യയുടെ ഫാദർ അല്ലേ താൻ എന്ന് ചോദിച്ചു. സത്യഭാമയുടെ അച്ഛനല്ലേ എന്ന് ചോദിച്ചതും ദേവൻ ആകെ ഞെട്ടലോടെ അതെന്ത് താനത് അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോ വേഗം രോഹിത് ചോദിച്ചു, പ്രിൻസിപ്പൾ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത് അതുകൊണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം അതെ എന്ന് ദേവൻ സമ്മതിച്ചു. വിഷ്ണുവും ശ്യാമയും ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോ രോഹിത് പറഞ്ഞു, ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോ രോഹിത്തും ശ്യാമയെയും നോക്കി ദേവൻ ആകെ അന്തിച്ചങ്ങനെ നിൽക്കുമ്പോ രോഹിത് പറഞ്ഞു, നിങ്ങളുടെ മകളെ കൂട്ടിക്കൊണ്ടുപോയ പത്മിനിയുടെ അച്ഛനും അമ്മയുമാണ് ഞങ്ങൾ എന്നറിയിച്ചു. അത് കേട്ടതോടെ ദേവനൊന്നും മിണ്ടാനാകാതെ അങ്ങനെ നിൽക്കുമ്പോ രോഹിത് വീണ്ടും ദേഷ്യത്തോടെ ദേവനോട് പറഞ്ഞു, അതെ, നിങ്ങളുടെ മകൾ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങളുടെ പൊന്നുമോളെയാണ് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ദേവൻ ആലോചിച്ചത്, അപ്പോ ഇത് തന്നെയാണ് വിഷ്ണു, ശാലിനിയുടെ സ്വന്തം വിഷ്ണു എന്ന് വിഷ്ണുവിനെ നോക്കി ദേവൻ അങ്ങനെ ആലോചിച്ചു നിന്നു. പെട്ടെന്ന് രോഹിത് പറഞ്ഞു, അതെ, നിങ്ങള് പ്രിൻസിപ്പളിനെ കാണാനായി പോവുമല്ലേ? ഒരു കാര്യം പറയാം, സത്യത്തിലെ നിങ്ങളുടെ മകളെ പോലെ ഇതുപോലെ ഒരു മോശമായിട്ടുള്ള സ്വഭാവം വേറെ ആർക്കും ഉണ്ടാവുകയില്ല. സത്യത്തിൽ ഇതുപോലെ ഒരു അച്ഛന്റെ മകളായി ജനിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്. നിങ്ങളെപ്പോലെ ഇതുപോലെയുള്ള ഒരു പിഴച്ച ഒരു അച്ഛന്റെ മകളായി ജനിച്ചത് കൊണ്ടല്ലേ ആ കൊച്ചു ഇങ്ങനെയായത്. അപ്പോഴേക്കും വിഷ്ണു ചോദിച്ചു, അല്ല എന്താ ബ്രോ, എന്താ ഇയാൾ എന്ത് പിഴച്ചു എന്ന് ചോദിച്ചതും ഇയാളെ പിഴച്ചു, ഇയാളെ പിഴച്ചിട്ടുള്ളൂ എന്ന് രോഹിത് വിഷ്ണു ദേവനെ ചൂണ്ടി പറഞ്ഞു. ദേവൻ മറുപടി ഒന്നും പറയാറാകെ അങ്ങനെ നിന്നുരുകുന്ന സമയത്ത് രോഹിത് പറഞ്ഞു, ബ്രോ, നമ്മുടെ പപ്പിയെ കുറിച്ച് ബ്രോയ്ക്ക് അറിയാവുന്നതല്ലേ? നമ്മുടെ മോൾക്ക് തൊടിയിൽ നിന്ന് ഒരു കുന്നിക്കുരു കിട്ടിയാൽ പോലും അവൾ ഓടി വന്ന് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ഇന്നേ വരെ അവൾക്ക് നമ്മളെ മറിച്ച് ഒരു കാര്യം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് ഇയാളുടെ മകൾ ഒരാൾ കാരണമാണ് അങ്ങനെ അവൾ നമ്മളിൽ നിന്ന് അക്കാര്യം മറച്ചു വെച്ചത്. നമ്മളോട് അക്കാര്യം പറയാറെ പപ്പി പോയെങ്കിൽ അതിന്റെ പിന്നിൽ ഇയാളുടെ മകൾ മാത്രമാണ്, ഇയാളുടെ മകളുമായിട്ടുള്ള ചങ്ങാത്തം കൊണ്ട് മാത്രമാണ്. സത്യത്തിൽ നമുക്കാണ് തെറ്റ് സംഭവിച്ചത്. അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയാത്ത തെമ്മാടി കൂട്ടങ്ങളെ നമ്മുടെ വീട്ടിൽ കയറാനായി, തെണ്ടിപ്പിള്ളാരെ വീട്ടിൽ കയറാനായി നമ്മൾ അനുവദിച്ചു എന്ന് രോഹിത് പറയുമ്പോ അവിടെ നിന്ന് ശ്യാമയും വിഷ്ണുവും രോഹിത് എന്ന് ഉറക്കെ വിളിക്കുന്നു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, സത്യത്തിൽ ഈ നിമിഷം വരെ എനിക്ക് നിങ്ങളുടെ മകളോട് ദേഷ്യം ഉണ്ടായിരുന്നു.
പക്ഷെ ഇപ്പോ അതില്ലാതായി എന്ന് പറയുമ്പോ രോഹിത്തിന് നേരെ ശ്യാമ ബഹളം വെച്ച് ഒച്ച ഉയർത്തുന്ന കേട്ട് രോഹിത് പറഞ്ഞു, പിന്നെ ശ്യാമേ, നമുക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി പറയണം? എന്റെ കുഞ്ഞിനെയാണ് കാണാതായിരിക്കുന്നത്. ഇപ്പോ ആ കൊച്ചിനോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. കാരണം ഇയാളെ പോലെ ഒരച്ഛന്റെ മകളാണല്ലോ. സത്യത്തിൽ ഇയാളുടെ ഉത്തരവാദിത്തമില്ലായ്മ എത്രത്തോളമാണെന്ന് ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. സ്വന്തം മകളെ സ്കൂളിൽ ചേർത്തിട്ട് അവളുടെ പ്രിൻസിപ്പളിന്റെ റൂം പോലും അറിയത്തില്ലാത്ത ഒരച്ഛൻ. ഇങ്ങനെ ഒരു അച്ഛനെ കുറിച്ച് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഞാനന്ന് ഞങ്ങളുടെ ഹോട്ടലിലെ സെലിബ്രേഷന് ആനിവേഴ്സറിക്ക് ഞാൻ കേട്ടിരുന്നു നിങ്ങളുടെ മകളുടെ ആഗ്രഹം അല്ലെങ്കിൽ മകളുടെ സ്വപ്നത്തെക്കുറിച്ച്. അവൾ ഇന്നേ വരെ അവളുടെ അച്ഛന്റെ അമ്മയുടെയും മുഖം കണ്ടിട്ടില്ല എന്ന്. എന്നാലും അവൾ സ്വപ്നത്തിൽ അച്ഛൻ തന്നെ അരികിലിരുത്തുന്നതും കിടത്തി ഉറക്കുന്നതും തനിക്ക് ഭക്ഷണം തരുന്നതും ഒക്കെയായിട്ട് ഒത്തിരി സ്വപ്നത്തിൽ താൻ കണ്ടിട്ടുണ്ടെന്നും അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അവളുടെ അച്ഛനെയാണെന്നും. പക്ഷേ ഇതുപോലൊരു അച്ഛനായതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇങ്ങനെയായി പോയത്. ഞാൻ ഉറപ്പ് പറയുന്നു, ഇപ്പോ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഇങ്ങനെ ചെയ്തുവെങ്കിൽ, കൂടെയുള്ള ഒരു കൂട്ടുകാരിയും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോയെങ്കിൽ, ഇനി 10-15 വയസ്സാകുമ്പോ അവൾ ശരിക്കും ഒരു തെമ്മാടിയായി മാറിക്കും. ഒരു ഉറപ്പാണ്, ഈ നാടറിയുന്ന ഒരു തെമ്മാടിയായി മാറിയിരിക്കും അവൾ, നോക്കിക്കോ എന്ന് രോഹിത് പറയുമ്പോ ബ്രോ എന്ന വിഷമത്തോടെ ദേവൻ വിളിച്ചു. ഉടനെ തന്നെ ആ വാക്കുകൾ കേട്ട് ശ്യാമയാകെ വിഷമത്തിലായി. ശ്യാമ അപ്പോഴേക്കും ആലോചിച്ചു, ദൈവമേ, കുഞ്ഞേച്ചി ഈ സാധുവായ ഈ മനുഷ്യനെ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇവിടേക്ക് പറഞ്ഞയച്ചെങ്കിലും യാതൊരു തെറ്റും ചെയ്യാത്ത ആ പാവ മനുഷ്യൻ എല്ലാ പഴിയും കേൾക്കുകയാണല്ലോ ഈശ്വര എന്ന് ശ്യാമ മനസ്സിൽ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോ രോഹിത് പറഞ്ഞു, അതെ, നിങ്ങൾക്ക് അറിയാവോ, ഒരു മകളെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തും അവളുടെ പഠിക്കുന്നതിന് വേണ്ടി പണം മാത്രം കൊടുത്തും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിങ്ങളങ്ങ് ഗൾഫിലോ മറ്റോ ആണെന്ന് എനിക്കറിയാം. അവിടെ നിങ്ങൾ സമ്പാദിച്ചു കൂട്ടുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു പെൺകുട്ടിക്ക്, ഒരു മകൾക്ക് വേണ്ടത് അവളുടെ അച്ഛന്റെ സ്നേഹവും ശാസനയും കരുതലും ഒക്കെയാണ്. അതൊന്നും നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് നൽകുന്നില്ല എന്ന് പറയുമ്പോൾ ദേവനെ കുറ്റപ്പെടുത്തി ആ രോഹിത് പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ദേവൻ നേരെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ഈ സമയത്ത് ദേവനെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തി രോഹിത് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഒരു അച്ഛനായി പോയതാണ്, നിങ്ങളെപ്പോലെ ഒരു അച്ഛൻ ആ കുട്ടിക്കുണ്ടായി പോയതാണ് ആ കുട്ടിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറഞ്ഞ് രോഹിത് ദേവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, പക്ഷെ എനിക്ക് നഷ്ടമായത് എന്റെ മോളെയാണ്. അവള് എന്റെ ചോരയാണ്, നിങ്ങളുടെ ചോരയല്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ മകൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്, ഇതുപോലെ പ്രവർത്തികൾ ചെയ്തിരിക്കുന്നത് സത്യഭാമയുടെ കൊച്ചുമകളോടാണ്. അതിന് നിങ്ങൾ ശരിക്കും മറുപടി പറയേണ്ടി വരും എന്ന് പറഞ്ഞ് രോഹിത് ദേവനെ കുറ്റപ്പെടുത്തി വീണ്ടും സംസാരിക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, രോഹിത് മതി, ഇനിയും നമ്മളിവിടുന്ന് സംസാരിക്കണം, നമുക്ക് എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ പോകണം, അവിടെ കംപ്ലൈന്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. രോഹിത് പറഞ്ഞു, ഞാൻ നിർത്തുന്നു ബ്രോ, പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്ന് പറഞ്ഞ് എന്റെ ചോര, അവൾ എന്റെ ചോരയാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളുടെ മകളെ പോലെ ആവാൻ ഒരിക്കലും കഴിയുകയുമില്ല എന്ന് പറയുമ്പോൾ ശ്യാമ അതെല്ലാം കേട്ട് ആകെ വേദനയോടെ ആലോചിച്ചു, ദൈവമേ, കുഞ്ഞേച്ചി ഈ സാധു മനുഷ്യനെ എന്തിനിവിടേക്ക് പറഞ്ഞയച്ചു? ആ പാവം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എല്ലാ പഴികളും കേൾക്കേണ്ടി വന്നല്ലോ ഈശ്വര എന്നാലോചിച്ച് ശ്യാമ ആകെ ടെൻഷനോടെ രോഹിത്തിന്റെ പിന്നാലെ പോകുന്നു. ഈ സമയത്ത് വിഷ്ണു വേഗം ദേവന്റെ അരികിലേക്ക് വന്ന് ദേവനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നോ എന്താ അയാളോട് പറയണമെന്നോ അറിയാതെ ആകെ വിഷമത്തോടെ വിഷ്ണുവും അവിടെ നിന്ന് മടങ്ങി. ഈ സമയത്ത് ദേവൻ വിഷ്ണു നടന്നു നീങ്ങുന്ന ആ കാഴ്ച കണ്ട് ശാലിനിയുടെ സ്വന്തം വിഷ്ണുവിനെ നേരിൽ കണ്ടെങ്കിലും ഇത്രത്തോളമൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ശ്യാമയുടെയും രോഹിത്തിന്റെയും രോഷപ്രകടനമെല്ലാം കഴിഞ്ഞ് ആ കുട്ടികൾ എവിടെ പോയെന്നറിയാൻ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ശ്യാമയുടെ ആശങ്ക മനസ്സിനെ മുഴുവൻ അലട്ടുന്നത് ഈ സമയത്ത് കുഞ്ഞേച്ചിയുടെ മക്കളായ രണ്ടുപേരും പപ്പിയും സത്യയും എവിടെ പോയി എന്നതായിരുന്നു. അപ്പോഴാണ് ആ കുട്ടികൾ രണ്ടുപേരും ആ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ പിന്നിലിരിക്കുന്ന ആ വികലാംഗനായ ആ മനുഷ്യന്റെ പ്രവൃത്തികളും അയാളുടെ സംസാരവും വിശ്വസിച്ച് ആ പാവം കുട്ടികൾ വലിയൊരു ആപത്തിലേക്ക് ചെന്നെത്തിപ്പെടുന്നത്.